വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഞാൻ അഡീനിയം പ്ലാന്റ്സിന് മെയ് മാസത്തിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസിങ്ങിനെ കുറിച്ചിട്ടാണ് പറയണത് കേട്ടോ. ഇത് മഴ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് കൊടുക്കേണ്ട ഒരു വളമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നാളികേരത്തിൻ്റെ വെള്ളമാണ് കേട്ടോ. നമ്മുടെ തേങ്ങയുടെ ഒക്കെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം 2 നാളികേരത്തിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 2 ദിവസം പുളിപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോ ഒരു 5 ടേബിൾ സ്പൂണോ വെണ്ണീർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ വെണ്ണീർ നമ്മൾ കരിയില കത്തിച്ച വെണ്ണീറൊന്നും ആവരുത്, നമ്മൾ വിറക് തന്നെ കത്തിച്ചെടുത്ത വെണ്ണീറാവണം കേട്ടോ. അങ്ങനെ ആ വെണ്ണീർ ഞാൻ ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 ദിവസമെങ്കിലും പുളിപ്പിച്ചെടുക്കണം കേട്ടോ. അത് 2 ദിവസം അടച്ച് വെച്ച് ഒരു ഡാർക്ക് പ്ലേസിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടിത് പുളിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് എടുത്ത് കുറച്ച് വെള്ളം ബക്കറ്റിലെടുത്തിട്ട് അതിലേക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൽ വെണ്ണീറിൻ്റെ കട്ടകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ ആ ബക്കറ്റിൽ നിന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരിച്ചെടുത്തത് നമുക്ക് ഏതെങ്കിലും ചട്ടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിച്ചെടുത്തത് ഓരോ ചട്ടിയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചെടുത്ത് അതിലേക്ക് ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ അഡീനിയം പ്ലാന്റ്സിനും ഞാനിപ്പോൾ മെയ് മാസത്തിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെങ്കിൽ പൂക്കൾ നമുക്ക് തിങ്ങി നിറഞ്ഞ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും സാഫ് ഉണ്ടല്ലോ, ഒരു ഫംഗൽ വരാതിരിക്കാനുള്ള ഒരു പൊടിയാണ് കേട്ടോ. അത് നമുക്ക് ചെടികളുടെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലോ ഓൺലൈനായിട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സാഫ് എപ്പോഴും നമ്മൾ ഈ അഡേനിയംസ് മാത്രമല്ല, പ്ലാന്റ്സ് വളർത്തുന്ന എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഫംഗിസൈഡാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതൊരു 15 ദിവസം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ചട്ടിയുടെ അരികിലായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. മാത്രമല്ല ഇലകളിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതെൻ്റെ വൈറ്റ് അഡേനിയാണ്, ഡബിൾ പെറ്റലാണ് കേട്ടോ. പക്ഷെ നല്ല വലിപ്പം വെക്കൂട്ടോ അതിൻ്റെ ഫ്ലവറൊക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റിൽ തന്നെ എനിക്ക് വേറൊരു കളർ ഉണ്ടായിട്ടുള്ളത് കണ്ടില്ലേ? ഈ വൈറ്റിൻ്റെ കൂടെ തന്നെ ഷെയ്ഡായിട്ട് ലൈറ്റ് റോസ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത് ഒറ്റ പ്ലാന്റിൽ തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, ഈ എൻ്റെ എല്ലാ അഡേനിയംസും ഒരുമിച്ചാണ് ഇരിക്കണത്. അപ്പം അതിൽ വരുന്ന മാറ്റങ്ങളാണ് കേട്ടോ, ഫ്ലവേഴ്സിന് വരുന്ന ഒരു മാറ്റങ്ങളാണ് ഈ സംഭവിക്കുന്നത്. ഇത് എല്ലാം ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത കളറ് അഡേനിയംസൊക്കെ നമുക്കുണ്ടാവും കേട്ടോ. പിന്നെ ഈ വളം ഉണ്ടല്ലോ, നമുക്ക് അഡേനിയംസിന് മാത്രമല്ല എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഇതുപോലെയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് പ്ലാന്റ്സിലുണ്ടാവും കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയ കാരണം ഫ്ലവേഴ്സ് ഒരുപാട് കുറവാണ്. ഇനി നമുക്ക് മഴ വരുന്നതിന് മുമ്പൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് പൂക്കളൊക്കെ ഇനി വരുന്ന ഫ്ലവറിങ് ടൈമിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും സാധിക്കും കേട്ടോ. ഇപ്പം ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഒരൊറ്റ പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ വെച്ചിട്ടുള്ളത് ഡബിൾ പെറ്റലിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വേറൊരു സ്റ്റെമ്മ് വന്നിരിക്കുകയാണ് ഈ പ്ലാന്റിൽ തന്നെ കേട്ടോ. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റിൽ തന്നെ എനിക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റെമ്മുമ്മേ സിംഗിൾ പെറ്റൽ ഞാൻ ഉദ്ദേശിക്കാത്തൊരു കളറാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ശരിക്ക് ഇത് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ, ഡബിൾ പെറ്റലിൻ്റെ നല്ലൊരു കളറാണ് ഈ അഡേനിയം. ഇത് വച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോൾ അതിൽ നിന്ന് വേറൊരു സ്റ്റെം ഉണ്ടായിട്ടാണ് എനിക്ക് ഈ ഒരു ഫ്ലവർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഈ ഒരു പ്ലാന്റിനും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഡാർക്ക് റെഡ് കളർ അഡേനിയാണ്. എനിക്ക് അതിൽ തന്നെ വേറൊരു സ്റ്റെമ്മ് വന്നിട്ട് വേറൊരു പൂവ് ഇതിലുണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു
അതിശയമാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ പരാഗണം നടക്കുന്നതാണ് കേട്ടോ. നമ്മൾ പൂമ്പാറ്റകളൊക്കെ ഉണ്ടാകുമ്പം ഒരുപാട് പൂമ്പാറ്റകളുണ്ടാവും, ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പം. അപ്പം നമുക്ക് ചെടികളിൽ നടക്കുന്ന പരാഗണമാണ് കേട്ടോ ഈ ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ പരാഗണം നടക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഫ്ലവറിൻ്റെ പ്ലാന്റും കൂടിയാണ് കിട്ടണത് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് വേറെ നമുക്ക് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് കിട്ടുന്നതാണ്. അപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യാനുള്ളത്, മഴയൊക്കെ വരികയാണ്, ഇപ്പോൾ തന്നെ 2-3 മഴയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ മഴ കൊള്ളുന്ന സ്ഥലത്ത് നമ്മുടെ അഡേലിയം പ്ലാന്റ്സ് വെക്കരുത് കേട്ടോ. അത് നമുക്ക് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോഡെക്സൊക്കെ കേടായിട്ട് വരും കേട്ടോ. അപ്പം അത് എടുത്തു വെക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ സാഫ് കലക്കിയിട്ട് അത് കുറച്ച് ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പം കൂടുതലായിട്ട് ഉള്ള ഡീറ്റെയിൽസ് മഴ വരുന്നതിന് മുന്നുള്ള ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.